ജുജുത്സു ലോകത്ത് നിങ്ങളുടെ മൂല്യം ജനന സമയത്ത് തന്നെ തീരുമാനിക്കപ്പെടുന്നു. അത് നിങ്ങളുടെ ഹൃദയം കൊണ്ടുമല്ല, നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടുമല്ല. ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന കേഴ്സ് എനർജി വിദ്യാലാണ്. ഈ ഒരു പരമ്പരാഗത ആശയം ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ആ ഒരു ക്ലാനിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ദ 3 ഗ്രേറ്റ് ഫാമിലീസ് ഓഫ് ജുജുത്സു വേൾഡ്. പാരമ്പര്യമായി ലഭിച്ച സാങ്കേതികത വിദ്യകളിൽ പ്രാവീണ്യം നേടിയ ഉന്നതരായ സോഴ്സർമാരുടെ ഒരു വംശം. എങ്കിലും അവരുടെ അന്തസ്സിന് പിന്നിൽ ദുരുപയോഗവും അധികാര ശ്രേണിയിലും ബലഹീനതയിലെക്കുറിച്ചുള്ള ഭയവും നിലനിന്നു പോന്നു. കേഴ്സ്ഡ് ടെക്നിക്സ് കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഈ ഒരു വംശത്തിന്റെ ശക്തി അവരുടെ പാരമ്പര്യമാണെന്ന് അവർ വിശ്വസിച്ചു. ബലഹീനതയെ ഒരു പോരായ്മയായി കാണാതെ അതൊരു പാപമായി മാറ്റിയ ഒരു ഒന്നൊന്നര വംശം. എന്നാൽ അതേ പാരമ്പര്യം ക്രൂരമായി മാറുമ്പോൾ, അഹങ്കാരം നീതിയെ അന്ധമാക്കുമ്പോൾ, ഏറ്റവും ശക്തമായ രക്തബന്ധം പോലും ഉള്ളിൽ നിന്ന് തന്നെ തകർന്നു വീഴും. ഇത് വെറും ഒരു കുലമല്ല, വെറുപ്പിനാലും ഭയത്താലും കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യമായ ഒരു വംശം തന്നെയാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് സെനിൻ ക്ലാൻ. ഓക്കെ ഫൈൻ. ജുജുത്സു കൈസനിലെ വൺ ഓഫ് ദി മോസ്റ്റ് 3 ഗ്രേറ്റ് ക്ലാൻസിൽ ഒരു ക്ലാനാണ് ഈ പറയുന്ന സെനിൻ ക്ലാൻ. JJK വേൾഡിലെ ടോപ്പ് ടയർ ഫാൻസിന്റെ ആ ഒരു സംഘം എടുത്ത് നോക്കിയാലും സംഖ്യ എടുത്ത് നോക്കിയാലും ടോപ്പിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ടോജി ഫുഷിഹിറോ. ഈ ടോജി ഫുഷിഹിറോയുടെ യഥാർത്ഥ വംശമാണ് സെനിൻ. അതേപോലെ തന്നെ മാക്കി, ഇനി വരുവാൻ പോകുന്ന മെഗുമി, ഇവരുടെ എല്ലാം കോമൺ ബ്രാഞ്ച് ആയിട്ടുള്ള കുലവംശമാണ് സെനിൻ ക്ലാൻ. സോ നമ്മൾ ഇന്ന് സെനിൻ ക്ലാനിന്റെ എൻറ്റയർ ഷോർട്ട് ആൻഡ് വേർഷൻ ഓഫ് കാനോണിക് സമ്മറി ആയിരിക്കും പറയുന്നത്. മേജർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടു പോകാതെയുള്ള ഏറ്റവും ചെറിയൊരു സമ്മറി. ആദ്യം സെനിൻ ക്ലാനിന്റെ ഒറിജിനും സ്റ്റാറ്റസും ജുജുത്സു സൊസൈറ്റി തന്നെ നോക്കാം. സെനിൻ ക്ലാൻ പറഞ്ഞതുപോലെ തന്നെ 3 ഗ്രേറ്റ് ജുജുത്സു ഫാമിലീസിൽ ഒരംഗമാണ്. എടുത്തു പറയുകയാണെങ്കിൽ ഗോജോ ക്ലാനും കാമോ ക്ലാന്റെ കൂടെ തന്നെ കാണപ്പെടുന്ന മഹത്തരകമായ കുലവംശത്തിലുടമയാണ് ഈ പറയുന്ന സെനിൻ ക്ലാൻ. ഇവരെന്ന് പറയുന്നത് മോസ്റ്റ് പൊളിറ്റിക്കലി പവർഫുൾ ഫാമിലീസ് എന്നാണ് JJK വേൾഡിൽ അറിയപ്പെടുന്നത്. ഇവർ ഡീപ്ലി ഭയങ്കര ട്രഡീഷണലും കൺസർവേറ്റീവ്സും ആണെന്ന് പറയാം. അതായത് ഇവർക്ക് കുറെ പരമ്പരാഗത നിയമങ്ങളുണ്ട്, ഇതൊന്നും ഇവർ മാറ്റാൻ ശ്രമിക്കുകയില്ല. ഭയങ്കര പാരമ്പര്യം പിന്തുടരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഒബ്സസ് ആയിരിക്കുന്നത് ഈ കേഴ്സ്ഡ് ടെക്നിക്സ്, ബ്ലഡ് ലൈൻ സ്ട്രെങ്ത് ഒക്കെ തന്നെയാണ്. ജുജുത്സു ഹയർ അപ്സും ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു വംശം കൂടിയാണ് ഈ പറയുന്ന സെനിൻ ക്ലാൻ. ഇനിയിപ്പോൾ നമ്മുടെ ഗോജോ ക്ലാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഒരു പ്രോഡിജി അല്ലെങ്കിൽ ഒരു പ്രതിഭ കാണും ഗോജോ ക്ലാനിൽ. അങ്ങനെയല്ല സെനിൻ ക്ലാനിൽ. സെനിൻ ക്ലാനിൽ ഒറ്റയ്ക്കല്ല, ഒരു ഭരണകൂടം തന്നെയുണ്ട്. മിലിറ്ററി ആസ്ട്രോക്രസിയും അതിനെ റാങ്ക്ഡും റൂത്ത്ലെസ്സും ആക്കി മാറ്റുന്ന കുറേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ സെനിൻ ക്ലാനിലുണ്ട്. ഇവരുടെ കോറായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു സോഴ്സറിൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവനുള്ള കേഴ്സ്ഡ് ടെക്നിക്കിലിൻ്റെ ആ ഒരു അളവുകോൽ വെച്ചാണ്. സോ നിങ്ങൾക്ക് കേഴ്സ്ഡ് ടെക്നിക്ക് ഇല്ലെങ്കിൽ നീ വെറും ധൂളിക്ക് സമം. ഇനി നമുക്ക് ക്ലാനിൻ്റെ ഐഡിയോളജി പക്ക രീതിയിൽ സമറൈസ് ചെയ്യുകയാണെങ്കിൽ, 1, സെനിൻ ഫിലോസഫി എന്ന് തന്നെ പറയാം. ബ്ലഡ് ലൈൻ പ്യൂരിറ്റി വേണം. അറിയാലോ, സെനിൻ ക്ലാനിൽ ബ്ലഡ് ലൈൻ പ്യൂരിറ്റി മസ്റ്റാണ്. ഇൻഹെറിറ്റ് ആയിട്ടുള്ള കുറേ ടെക്നിക്സും ഹൈറാർക്കിയൽ ഡോമിനൻസും ഇവർക്ക് മെയിനാണ്. പിന്നെ കൂടുതലും മെയിൽ സക്സഷൻ തന്നെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സീരീസിലെ ചില എപ്പിസോഡുകളിലെ ചില സ്പെസിഫിക് ലൈൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വുമൻസിനും പിന്നെ നോൺ ടെക്നിക് യൂസേഴ്സിനെയൊക്കെ ഭയങ്കര ഇൻഫീരിയർ ഒക്കെ ആയിട്ടാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് സാക്ഷാൽ ടോജി സെനിനും മാക്കി സെനിനും. നമുക്കറിയാം, മാക്കി മായുടെ പവറിൽ കിട്ടിയെന്നെങ്കിലും വെക്കാം. ടോജി കംപ്ലീറ്റ് സീറോ കേഴ്സ് ടെക്നിക്കിലാണ് ഉണ്ടായത് തന്നെ, അതും സെനിൻ ക്ലാനിൽ. വെച്ചേക്കോ ഇല്ല, ടോജി വാസ് റിയലി അബ്യൂസ്ഡ് ആൻഡ് കൺസിഡേർഡ് ആസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ എന്ന് തന്നെ പറയാം. സെനിൻ ക്ലാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുറേ ഇൻഹെറിറ്റഡ് കേഴ്സ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ലാനിനെ വെച്ച് ഇവർക്കൊരു മേൽക്കൈ ഉണ്ടെന്ന് തന്നെ പറയാം. എടുത്തു പറയുകയാണെങ്കിൽ 10 ഷാഡോ ടെക്നിക്ക്, നമ്മുടെ മെഗുമി ഫേഷുകൾ കറന്റ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന ഈ 10 ഷാഡോ ടെക്നിക്ക് ഉണ്ട്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടെക്നിക്സ് ഇൻ ജുജുത്സു ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ എബിലിറ്റീസ് അറിയാലോ, ഷിക്കിഗാമിനെ സമ്മൺ ചെയ്യാൻ പറ്റും ഷാഡോ ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമ്മുടെ വെപ്പൺസ് ഒക്കെ ഷാഡോയിൽ സ്റ്റോർ ചെയ്യാനും ഷാഡോനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഭയങ്കരമായിട്ട് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കേഴ്സ് ടെക്നിക്കാണ് ഇത്. ദ 10 ഷാഡോ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിനും ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് നമുക്ക് നിലവിൽ പറയാൻ പറ്റും. കാരണം സ്പോയിലർ ഇല്ലാതെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഒരു 10 ഷാഡോ യൂസറാണ് 6 സൈസ് ലിമിറ്റ്ലെസ് യൂസർ ഉള്ള ഒരു ഗോജോ ക്ലാനിലെ വ്യക്തിയെ കൊന്നത്. മനസ്സിലായല്ലോ? അതായത് ഗോജോ ക്ലാനിൻ്റെ ഗോജോ പോലത്തെ വ്യക്തിനെയൊക്കെ റൈവൽ ചെയ്യാനത്ര പവർ ഉണ്ട് ഈ ഒരു സാധനത്തിന്.
എടുത്തു പറയുകയാണെങ്കിൽ മൊഹോറഗ ദ സ്ട്രോങ്ങസ്റ്റ് ഷിക്കിഗാമി പിനാക്കിൾ പോയിന്റ് ആണ് ഈ ഒരു ടെക്നിക്കിൻ്റെ. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് നോക്കാം, പ്രൊജക്ഷൻ സോഴ്സറി. എനിക്കറിയാം ബാക്കിൻ്റെ കഥ ഞാൻ പറയാത്താണ്, കൂടുതൽ സ്പോയിലർ ആവാതിരിക്കാൻ വേണ്ടി. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പവർ, പ്രൊജക്ഷൻ സോഴ്സറി. നമ്മളിത് ആദ്യമായിട്ട് സീരീസിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു നവോബീറ്റ നവോയ സെനിൻ്റെയൊക്കെ ആ ഒരു ഇതിലായിരിക്കാം. അറിയാലോ, ഈ ഒരു പവർ യൂസറിനെ ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം പോലെ അങ്ങ് ആക്കി വിടുന്നുണ്ട്. അതായത് പ്രീ പ്ലാൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആ ഫ്രെയിമിലുണ്ട്. എക്സ്ട്രീം സ്പീഡാണ്. അതായത് ഈ പ്രൊജക്ഷൻ സോഴ്സറി എന്ന് പറയുന്നത് എക്സ്ട്രീംലി ടെക്നിക്കലാണ്, ബ്രൂട്ടലി എഫിഷ്യൻറ്റുമാണ്. ക്ലോസ് കോമ്പാക്റ്റിൽ ഇത് വിഷയം തന്നെയാണ്. നമുക്കറിയാം നവോയയുടെ ആ ഒരു ഇത് അറിയാമായിരുന്നല്ലോ. നെക്സ്റ്റ് മേജർ മെമ്പേഴ്സ് ഇൻ സെനിൻ ക്ലാൻ ചുമ്മാ ഒന്ന് നോക്കി ഓടിച്ചു വിടുകയാണെങ്കിൽ ആരുടെയും ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓഫ് കോഴ്സ് സെനിൻ ക്ലാൻ ടോജി സെനിൻ ഇല്ലാതെ എന്തല്ലേ. ടോജിയുടെ പേര് തന്നെ ആദ്യം ഞാൻ പറയുന്നു. ടോജി ഈവൻ പറഞ്ഞിട്ടുണ്ട് സെനിൻ എനിക്ക് വേണ്ട, ഫൂഷിഗിറോ മതിയെന്ന്. സോ ടോജി ഫൂഷിഗിറോ AKA ടോജി സെനിൻ, ബോൺ ഇൻ ടു ദി ക്ലാൻ വിത്ത് 0 കേഴ്സ്ഡ് എനർജി. നല്ല രീതിയിൽ അബ്യൂസ് ആകപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ വെറുത്തു തുടങ്ങി. ലെഫ്റ്റ് ക്ലാനായി, ഒരു സോഴ്സറർ കില്ലറായി, ബ്ലാ ബ്ലാ ബ്ലാ. സോ ടോജിയുടെ സ്റ്റോറി വീഡിയോയിൽ ഞാനത് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കാണുക. നെക്സ്റ്റ് മാക്കി മായി. നമുക്കറിയാലോ മാക്കി ആദ്യം കേഴ്സ്ഡ് ടെക്നിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മായിയുടെ കഥ വരുന്നുണ്ട്. മായി അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവളും കംപ്ലീറ്റ്ലി ബാക്ക് ടു 0 അനദർ സ്റ്റോറി. അത് മാക്കിയുടെ സ്റ്റോറിയിൽ നമ്മൾ പറയാം. പിന്നെ നവോബീറ്റ സെനിനും നവോയ സെനിനും നമുക്കറിയാം ഒരു അറഗൻ്റ് മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് നവോയ. പിന്നെ മായി, പിന്നെ മെഗുമി, ഇവരെയൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമുക്ക് കഥാപാത്രങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി ബാക്ക് ടു സെനിൻ ക്ലാനിൻ്റെ പൊളിറ്റിക്കൽ പവേഴ്സ് ആൻഡ് കൺട്രോൾ നോക്കുകയാണെങ്കിലോ, സെനിൻ ക്ലാൻ എന്ന് പറയുന്നത് ജുജുത്സു ഹയർ അപ്സിൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ സീരീസും മാംഗ്യം വായിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സിക്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ആരെ എപ്പോൾ കൊല്ലണം. അതേപോലെ തന്നെ പ്രൊമോഷൻസ് അല്ലെ ക്ലാസിഫിക്കേഷൻ ജുജുത്സു വേൾഡിലുള്ളതിലെല്ലാം തന്നെ ഒരു അതോറിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്ന് തന്നെ പറയാം. ഇവർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. UGയുടെ എക്സിക്യൂഷൻ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള പോളിസീസ് വീണ്ടും നിലനിന്ന് പോകണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വേണ്ട റീഫോർമേഷൻ, മോഡറേഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് മോഡിഫൈ ഒന്നും ചെയ്യണ്ട, സപ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ അവർ ഫെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും പൊളിറ്റിക്സിൽ എന്ന് പറഞ്ഞാൽ ഗോജോയുടെ മോഡിഫൈയിങ് ഐഡിയാസ് കുറേ കാര്യങ്ങളൊക്കെ മാറണം. അതേപോലെ തന്നെ യാഗ, നമ്മുടെ പ്രിൻസിപ്പൽ യാഗയുടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു യാഗയുടെ ഇന്നോവേഷനും പിന്നെ ന്യൂ ജനറേഷൻ എല്ലാവരും തന്നെ കേഴ്സ്ഡ് ടെക്നിക്സിനെ പറ്റി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് ഇവരുടെ പഴയതുള്ളൊരിതൊന്നല്ലെന്നുള്ള രീതിയിലുള്ളൊരു പേടിയൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ഡൗൺഫാൾ സെനിൻ ക്ലാനിൻ്റെ നോക്കിയാലോ, ഓഫ് കോഴ്സ് മാക്കി ഈസ് മസ്കാരെ. ഓഫ് കോഴ്സ് ഞാനിത് പറഞ്ഞു, സ്പോയിലർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വിഷയമില്ല. ബട്ട് സ്റ്റിൽ ഇത് ഓൾറെഡി എയർ ആകപ്പെട്ട എപ്പിസോഡ് ആയതുകൊണ്ട് പറയുകയാണ്. മായി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് മാക്കിക്ക് വേണ്ടി. മാക്കി കംപ്ലീറ്റ്ലി 0 ടെക്നിക് ആവുന്നു. സെനിൻ എസ്റ്റേറ്റിലേക്ക് പോകുന്നു. സിസ്റ്റമാറ്റിക്കലി എലിമിനേറ്റ്സ് ദ ക്ലാൻ ഫൈറ്റേഴ്സ് എന്ന് തന്നെ പറയാം. ആ ഒരു ടൈമിൽ മാക്കി ആ ഒരു എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ തന്നെ വീക്കായിട്ടുള്ള ഒരു കൂട്ടമുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട്ടമുണ്ട്. അങ്ങനെ എല്ലാവരെയും തന്നെ മാക്കി ഒന്നൊന്നായിട്ട് കൊല്ലുന്നുണ്ട്. അല്ലെ നവോയായിട്ടുള്ള ഫൈറ്റിലൊക്കെയാണ് നമുക്ക് പ്രൊജക്ഷൻ സോഴ്സറിയുടെ ഒക്കെ എക്സ്ട്രീം കാണാൻ പറ്റുന്നത്. എന്നിരുന്നാലും ആ ഒരു സെനിൻ ക്ലാനിലെ കംപ്ലീറ്റ്ലി നമ്മുടെ മാക്കി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു റിവെഞ്ച് എലോൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഐഡിയോളജി കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ ഡോമിനൻസിലൂടെ കൊളാപ്സ് ആക്കിയാണ് മാക്കി വിടുന്നതെന്ന് പറയാം. ഇതിൻ്റെ ഒരു ഐറോണിയുണ്ട്. കാരണം ക്ലാൻ തന്നെ മുദ്ര കുത്തിയത് അവരുടെ ശക്തിയെ അവരാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ഐഡിയോളജിയുള്ള ക്ലാനിനെ അവർ തന്നെ മുദ്ര കുത്തിയ ഒരു പെണ്ണ്. ഒന്നാമത്തെ കാര്യം അതൊരു പെണ്ണ്, രണ്ടാമത്തെ കാര്യം ഇവരുടെ ഏതെങ്കിലും വുമൺ മെയിൽ ഡോമിനൻ്റ് ആണ്. അറ്റ് സെയിം ടൈം ഒരു പെണ്ണ്, അതും ഏറ്റവും പവർ ഇല്ലെന്ന് വിധിക്കപ്പെട്ട ക്ലാനിൽ നിന്ന് ഒരു രീതിയിലുമുള്ള നല്ല രീതിയിൽ കിട്ടാത്ത ഒരു അബ്യൂസ് ചെയ്യപ്പെട്ട പെണ്ണ് വന്നിട്ട് കംപ്ലീറ്റ് സെനിൻ ക്ലാനിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതൊരു ഐറോണി തന്നെയാണ്. ഇനി നമുക്ക് സെനിൻ ക്ലാനിൻ്റെ സ്റ്റോറി ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ടോജിയുടെ ട്രോമയാണ് ഗോജയുടെ അവേക്കിങ്ങിന് കാരണമായത്. അതേപോലെ തന്നെ മെഗുമിയുടെ 10 ഷാഡോ ഇൻഹെറിറ്റൻസ് ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. മാക്കിയുടെ എവല്യൂഷനും ടോപ്പ് ടയർ ഫൈറ്റർ ആകുന്നതും എല്ലാം ലെഗസി ആയിട്ട് സെനിൻ ക്ലാനിൻ്റെ പറയാൻ പറ്റും. ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഷിബുയ ഇൻസിഡൻറ്റ് കഴിഞ്ഞുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്കും ഇത് കാരണമാകും. നെക്സ്റ്റ് സെനിൻ ക്ലാനിൻ്റെ സിംബോളിസം ടോക്സിക് ട്രഡിക്ഷനാണ്. ബ്ലഡ് ലൈൻ സൂപ്രമസിയാണ് അവർക്ക് മെയിൻ. പിന്നെ പാട്രിയാർക്കൽ പവറുമുണ്ട്. അവർക്ക് മാറ്റത്തിനൊരു പേടിയും ഉണ്ടെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ നമ്മൾ സെനിൻ ക്ലാനിനെ പറ്റി ഇത്രയൊന്നും അറിഞ്ഞില്ലെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബിഗ് 3 ഫാമിലീസിലുള്ളതാണ് ജുജുത്സു വേൾഡിൽ. അവർ ടെക്നിക്സ് ആണ് ഹ്യൂമാനിറ്റിയെക്കാളും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത്. ടോജിനെ മാക്കിനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 10 ഷാഡോയും പ്രൊജക്ഷൻ സോഴ്സറിയും ഒക്കെ വളരെ എലൈറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ പവർ കൺട്രോൾ ചെയ്തു. അറ്റ് ദ സെയിം ടൈം അവരുടെ ക്ലാനിലുള്ള ഉള്ളിൽ തന്നെ തല്ലി ചത്തു എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ.
സോ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അണ്ടർ എസ്റ്റിമേറ്റിംഗ് പീപ്പിൾ ദേ ഒപ്രസ്ഡ്. ടോജിനെ മാക്കിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, കിട്ടേണ്ടത് കിട്ടി. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി നമുക്ക് ആനിമെ എപ്പിസോഡുകളിൽ നിന്നും മംഗയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന സെനിൻ ക്ലാനിനെ പറ്റിയുള്ള വിവരങ്ങൾ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാനോണിക് ആയിട്ടുള്ള ഇവന്റ്സോ കാര്യങ്ങളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്ത JJK സൊസൈറ്റിയിലെ വേറൊരു ഗോജോ ക്ലാൻ അല്ലെങ്കിൽ കാമോ ക്ലാൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതുവരെ ടാറ്റ വൈസ് നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. Told you long ago